പെട്ടെന്ന് ഈ വഴുതിരിങ്ങ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതെന്തിനാ അറിയോ? ദോശ കഴിക്കാൻ രാവിലെ എപ്പോഴും ചട്നി സമന്തി ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം. ഇത് വളരെ ടേസ്റ്റാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഞാനിത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണേ. ഇതാ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടില്ല, ഒരു ടീസ്പൂൺ എണ്ണ. ഇതൊന്ന് നന്നായി കാഞ്ഞു വന്ന ശേഷം ഞാനിതിലേക്ക് ഇടാൻ പോണതാണ് കടുക്. കടുകിട്ടു. പിന്നെ ജീരകം ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില, ഇതൊക്കെ ഇട്ട് പൊട്ടി വന്നപ്പോൾ ഒരു 2 വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ആഡ് ചെയ്തത് വലിയ ഉള്ളി കുറച്ച് മിക്സ് വെച്ചത്. ഇതൊരു പകുതി വലിയ ഉള്ളിയുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്സിക്കമിൻ്റെ പകുതി. ഇതൊന്ന് നന്നായി ആവട്ടെ. ഈ ക്യാപ്സിക്കം നന്നായി ഒന്ന് കിടന്ന് വഴണ്ട് വരണം. ഇപ്പം ഞാൻ എൻ്റെ വഴുതനങ്ങ ഇങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ചതാണ്, അതിനെ ഇതിലേക്ക് ചേർക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വെള്ളത്തിൽ മുറിച്ചിട്ടതാണ് വഴുതനങ്ങ വറുക്കാതിരിക്കാൻ. ഇത് നല്ല ഇളന്ത് വഴുതനങ്ങയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മൂത്തതാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചെറിയ വഴുതനങ്ങയാണ്. അതിനെ ഞാൻ ഇളന്ത് നോക്കി തിരഞ്ഞെടുത്ത് ഇതിനെ ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇത്തിരി നേരം അതിനെ എണ്ണയിൽ ഇങ്ങനെ വഴട്ടാമെന്ന് വിചാരിച്ചു. നല്ല ഹൈ ഹീറ്റിലിട്ടിട്ടാണ് ഞാനിത് ചെയ്യണത്. ഇത് ദോശ കഴിക്കാൻ, ചപ്പാത്തി കഴിക്കാൻ, ദോശയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണത്. ഇതിൽ ഞാനിപ്പോൾ ക്യാപ്സിക്കം ഇട്ടു. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതിനെ ഇട്ടു. പച്ചമുളകിന് പകരം ഞാനിത് ഇട്ടതാണ്. ഇനി ഞാൻ നല്ലോണം ഇതായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ തക്കാളി കണ്ടോ, ഇതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ നന്നായി ഫ്രൈ ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഹൈ ഹീറ്റിലിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യണം. ഈ തക്കാളി ആഡ് ചെയ്തു. ഈ തക്കാളി ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നന്നായി ഒന്നിങ്ങനെ വേഗം ഫ്രൈ ചെയ്യുക. ഇങ്ങനെ 2 മിനിറ്റ് ഫ്രൈ ചെയ്ത ശേഷം ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഞാനിത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി സിമ്മിലാക്കി വെച്ചു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് അവരവരെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ ആഡ് ചെയ്തത് ഒരു ലേശം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണേലും ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ ഒക്കെ ഒരു പച്ച മണം പോണ വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെ നന്നായി വഴണ്ട് വന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഇതിലേക്ക് ഞാൻ പച്ചവെള്ളം ഒഴിക്കില്ല. ഇത് ചൂടായി നന്നായി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിരിക്കുകയാണ് വഴുതനങ്ങ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം,
ചുടുവെള്ളമാട്ടോ ഒഴിച്ചിരിക്കണം, പച്ചവെള്ളമല്ല. പച്ചവെള്ളം ഒഴിക്കരുത്. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുക, പാകത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അത് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മല്ലിയില ഇടാം. ഇപ്പോൾ നോക്കൂ, ഈ വഴുതനങ്ങ ഒന്ന് നന്നായി തിളച്ച് വെന്തു. ഇതിപ്പോൾ നന്നായി സ്മാഷായി. എന്തുകൊണ്ടാണെന്നറിയോ? അതിനെ ഞാൻ ഒരു പ്രാവശ്യം വഴറ്റി, ഒരു പ്രാവശ്യം എന്നല്ല, ഒരു 5 മിനിറ്റ് ആ വഴുതനങ്ങ നല്ലോണം ഹൈ ഹീറ്റിൽ നല്ലോണം വഴറ്റി, പിന്നെ ചുടുവെള്ളമാണ് ഒഴിച്ച്. അപ്പോൾ ഇത് നമ്മൾ ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ ഈ കഷ്ണം വേറെ കിടക്കുക, വെള്ളം വേറെ കിടക്കുക, അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊന്നായിട്ട് നല്ലോണം മാഷ്ഡ് ആവണം. ഇപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വെച്ചിട്ട് വിസിലിടാം, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുക്കറിലാണെങ്കിലും തന്നെ ഈ വഴുതിരിങ്ങയുടെ കഷ്ണം അങ്ങനെ ഒരുപാട് കാണാതിരിക്കുക. ഇപ്പം ഞാൻ എൻ്റെ വെന്തോണ്ട് ഇനി ഇതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട്, ഉപ്പൊക്കെ മതി, അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്യണം. ഇത് നല്ലോണം ടേസ്റ്റ് കൂട്ടും. ഇതിനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടച്ചു വെക്കും. ഇപ്പം ഈ സെമി ഗ്രേവി ടൈപ്പിലുള്ള വഴുതിരിങ്ങ മസാല ദോശയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഞാൻ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ള ആൾക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ല ചൂടാണ്, പുക പോകുന്നത് നന്നായിട്ട്. അപ്പോൾ എൻ്റെ ടേസ്റ്റി വഴുതിരിങ്ങ മസാല ഇപ്പോൾ റെഡിയായി. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. See you in the next video. Bye from Sudha.